അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനും മുഖത്തുണ്ടാവുന്ന കറുത്ത കുത്തുപാടൊക്കെ മാറി കിട്ടാനായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയ അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ അത്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുത്തു പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഇന്ന് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് നമ്മൾ പേക്കോട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ. അത് നൈറ്റാണ് നമ്മൾ മുഖത്ത് ഇട്ട് കിടക്കേണ്ടത്. അടിപൊളി ക്രീം എന്ന് പറഞ്ഞാൽ കിഡ് റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഉരുളൻകിഴങ്ങ് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നമ്മുടെ കരിവാളിപ്പം മാറ്റിയെടുക്കണ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഉണ്ടാവുന്ന കറുപ്പ് നിറം വലിച്ചെടുക്കാനും ഉരുളൻകിഴങ്ങ് മാത്രം മതി അല്ലേ. ഉരുളൻകിഴങ്ങ് ഇങ്ങനെ നമ്മൾ കുക്കുംബർ വെക്കണ പോലെ തന്നെ അതിനേക്കാളും ഗുണം കിട്ടുന്നത് നമുക്ക് ഉരുളൻകിഴങ്ങാണ്. അത് ഇങ്ങനെ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ നൈസായിട്ട് കനം കുറച്ചിട്ട് നമ്മളിതിങ്ങനെ അരിഞ്ഞിട്ട് കണ്ണിൻ്റെ അവിടെ നീളനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ ഉണ്ടാവുന്ന കരിവാളിപ്പം അതുപോലത്തെ ഈ ഭാഗത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് അടിപൊളി ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് ഇത്തിരി നല്ലൊരു കൂളിങ്ങോട് കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കൂടി കിട്ടും കേട്ടോ. അത് പിന്നെ സമയമൊന്നുമില്ല, ഇതിപ്പോൾ ഉച്ചയ്ക്ക് വെക്കണോ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ കണ്ണുമൊന്ന് വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. ഇനി ഉറങ്ങണം നിർബന്ധമുള്ളവർക്ക് ഉറങ്ങുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഒരു ടിപ്പാണ്. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഉരുളൻകിഴങ്ങിനെ ഗ്രേറ്റ് ചെയ്ത് നമ്മളിതിൻ്റെ നീര് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൊത്തം ആ ഒരു വലിപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുത്ത നീരാണ്. വെള്ളം ചേർത്തൊന്നും അരയ്ക്കരുത്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കേബേജൊക്കെ അരിയണ ആ ഒരു ഇതിൽ അതിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചീകിയെടുത്തിട്ട് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ള ഇത് കിട്ടും. ഇതിപ്പോൾ 2 തട്ടായിട്ട് നിൽക്കണുണ്ട്, ഒരു കാപ്പിപ്പൊടി കളറിലും അടിയിൽ ഒരു വെള്ള കളറിലും. നമുക്ക് വേണ്ടത് ക്രീം ഉണ്ടാക്കാൻ വെള്ള കളർ വേണം, പേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു ചാറ് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഐറ്റമാണ്, ഇതാണ് ഉരുളൻകിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എന്ന് പറയുന്ന സംഭവം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതിലോട്ട് നമ്മൾ 2-3 കൂട്ടം ഐറ്റംസ് സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ല്, ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അലോവേര ജെല്ല്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിസറിൻ എല്ലാവർക്കും അറിയാമല്ലോ, മുഖത്തിന് നിറം വയ്ക്കാനായിട്ട് നമുക്ക് അടിപൊളിയൊരു സാധനമാണ്. അപ്പോൾ ഗ്ലിസറിൻ മേടിക്കുമ്പോൾ ഇപ്പോഴും പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നമുക്ക് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് വരുന്നുണ്ട് ഏത് തരം ഗ്ലിസറിനാണ് അവർക്ക് ചോദിച്ചപ്പോൾ വേറെ ഗ്ലിസറിനാണ് കൊടുത്തതെന്നുള്ളത്. വെജിറ്റബിൾ ഗ്ലിസറിൻ നോക്കി മേടിക്കുക, ചോദിച്ച് മേടിക്കുക. സ്കിന്നിന് മുഖത്തേക്ക് പറ്റാനായിട്ടെന്ന് പ്രത്യേകം പറഞ്ഞ് മേടിക്കുക. ഇത് മെഡിക്കൽ ഷോപ്പിലും കിട്ടും, സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ചോദിക്കണ സാധനം വേറെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പിലാണ് പോയിട്ട് ചോദിച്ച് ഗ്ലിസറിൻ തരാൻ പറഞ്ഞാൽ അവർ കയ്യമ്മലിക്കൊക്കെ ആ ഗ്ലിസറിനായിരിക്കും തരിക. അപ്പോൾ അവരോട് പറയുക എനിക്ക് മുഖത്തേക്ക് വേണ്ടതാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐറ്റം മേടിക്കുക. ഇത് വേണം. പിന്നെ ഇച്ചിരി തേൻ, ഒരു 1/4 ടീസ്പൂൺ തേൻ. ഇനിയിപ്പോൾ തേൻ ചേർത്ത് കഴിഞ്ഞാൽ മുഖത്ത് ഉറുമ്പ് വരുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും വരില്ല കേട്ടോ. നമ്മൾ മുന്നത്തെ ഒരു പാക്കിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനമാണ് ഞാനിപ്പോഴും തേച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിയോൺ ഗുളിക. ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും, ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഷീറ്റായിട്ടാണ് കിട്ടുക. ഓൺലൈനിലൊക്കെ കിട്ടുമ്പോൾ ഒരു 10-20-30 എണ്ണത്തിൻ്റെ ഷീറ്റായിട്ട് കിട്ടാൻ തോന്നുന്നു. അപ്പോൾ ഇതൊരു 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീമിലേക്കുള്ള ഐറ്റംസ്. ഇത്രയും മാത്രം മതി. ഇതിലോട്ട് നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ അത്യാവശ്യം ഒരു ഇതുണ്ടല്ലോ, ഇനി വല്ലാണ്ട് വെള്ളമാക്കാനല്ല, നമ്മളൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കൂടിയിട്ട് ഇനി ഇതിലിട്ട് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഇവിയോണ്ട് ഗുളിക പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് ക്രമമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഇരിക്കണ ഇത് ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഇതാണ് നമ്മൾ ആദ്യം ഒഴിച്ചത്. ഇനിയിപ്പോൾ വൈറ്റമിൻ സിയുടെ ഓയിലാണ് കയ്യിലിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. ഇതാകെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഗുളികയും അലോവേരയുടെ ജെല്ലും മാത്രം ഉണ്ടായാൽ നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ.
ഇതിപ്പോൾ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കി കാണിക്കുന്നത് ഈ പാക്ക് ഇടാൻ നേരില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ജോലിക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊന്നും ഇതിനുള്ള ടൈമൊന്നും കിട്ടില്ല. ഇത് വെള്ളയാണ് കേട്ടോ. നമ്മൾ കാലുമലത്തെ ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പച്ചയാണ്. ഇപ്പോൾ ഒരു 2 ടീസ്പൂണോളം നമ്മൾ അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 2 എടുത്തപ്പോൾ നമ്മളിത് 1 വേണ്ടു കേട്ടോ. ഗ്ലിസറിൻ ഒരിക്കലും നിറം വയ്ക്കുന്ന കരുതി ആരും നേരിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. തേൻ നമ്മളൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണുള്ളൂ. ഇത് വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് 1/2 ടീസ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കണുള്ളൂ. നമ്മൾ മുന്നത്തെ ഒരു ഇതിൽ തേൻ വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കിയത്. ഇത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ക്രീം പരുവത്തിലേക്ക് വരണത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. കണ്ടോ, ഇപ്പം തന്നെ ഇങ്ങനെ ഒരു ക്രീം കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇത്തിരി നേരം കൂടി നമ്മൾ ഒരു 5 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ലൊരു നമ്മുടെ ഒരു മുഖത്ത് തേക്കുന്ന ക്രീമിൻ്റെ ടെക്സ്ചറിൽ കിട്ടുള്ളൂ. എല്ലാം സെറ്റ് ആവണ്ട നമുക്കിതിലേക്ക്. ഇന്ന് ഒത്തിരി നേരം വൈകി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. നമ്മുടെ ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പുറത്ത് സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കണം ഒരു നിർബന്ധമില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഒരാൾക്ക് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമുക്കിത് 1 മാസത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് നല്ല പോലെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ കൊടുത്തയക്കാം, കുട്ടികൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെയിലൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഈ ഒരു ക്രീം നല്ലതാണ്. പിന്നെ അത് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നമ്മൾ ഗ്ലിസറിൻ ചേർത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കരിവാളിപ്പൊക്കെ വരാൻ സാധ്യത. നമ്മളിത് കരിവാളിപ്പ് മാറാനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം തേച്ച് കിടന്നാൽ മതി, കഴുകി കളയൊന്നും വേണ്ട. നേരം വെളുക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. നമ്മുടെ മുഖത്തുണ്ടാവുന്ന മാറ്റം നമുക്ക് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ ഒരു സ്റ്റാർച്ച് എടുത്ത് വെച്ചിട്ടില്ല, സ്റ്റാർച്ച് അല്ല, ഈ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലോട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കടലമാവും ഇത്തിരി തൈരും കൂടി ചേർത്തിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അത് വെറുതെ കളയണ്ട കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കാണിക്കണില്ല. നമ്മൾ ഇതിൻ്റെ നീരിൻ്റെ പാക്ക് ഇഷ്ടംപോലെ ഇതിൽ ഇട്ടിട്ടുണ്ട്, പല രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിട്ട് കാണിച്ച് ഇപ്പോൾ നമുക്ക് റിസൾട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മെയിനായിട്ട് നമ്മളിന്ന് ക്രീം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നീര് നമ്മൾ വെറുതെ കളയണ്ട, അത് നല്ലതാണ് കേട്ടോ. അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് തേക്കാൻ ഇഷ്ടമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ കരിവാളിപ്പ് മാറാനൊക്കെ ആയിട്ട് അതിലിട്ട് ഇത്തിരി ഇതും കാപ്പിപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. കാപ്പിപ്പൊടിയും തൈരും അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ നീരും കൂടിയിട്ട് മിക്സ് ചെയ്ത് തേച്ചാൽ നമുക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു നുള്ളിടാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.